ഞങ്ങളെ പൊന്നാരം മോന ഞങ്ങളെ നോക്കേണ്ടിയുള്ള അനിയന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവൻ എവിടെ, കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചോണ്ടാ അടിക്കുന്നത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. അടിക്കുന്ന സമയത്ത് എന്താണെന്ന് ചെയ്യാതെ പറഞ്ഞത്? ഇതിനെന്റെ നീതി കിട്ടിയില്ലെങ്കിൽ ഞാനും എന്റെ മക്കളും എന്റെ മോനെടുത്തോട്ടെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുണ്ടറയിലെ സിയാദിൻ്റെ ആ മരണത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് നീതി വേണമെന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വന്നിച്ച് അവരും പോകും സിയാദിൻ്റെ പാതയിലൂടെ എന്നും പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടാണ് കൂടുതലും പറയുന്നത്, നെഗറ്റീവായിട്ട് വളരെ കുറച്ചതായിട്ടാണ് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെ. CEO ശ്രീജിത്തിന് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് പോരാ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ സസ്പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് എനിക്കും തോന്നാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മാസം അവർ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാതെ ശമ്പളം മേടിച്ച് കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളതിന്. ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ ഈ സസ്പെൻഷൻ ആയിട്ട് നിർത്തുന്ന സമയത്ത് ഇവരുടെ ശമ്പളം ഇത് ഏത് ഇതിനാണോ അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് വരേണ്ടത്. പക്ഷേങ്കിൽ ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം മഞ്ഞപ്പിത്തത്തോടുകൂടി മരണപ്പെട്ടെന്നുള്ളതാണ്, മഞ്ഞപ്പിത്തമായിരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ അതിന് മുമ്പേ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എൻ്റെ കുറച്ച് സംശയങ്ങളാണ് കേട്ടോ. ഇത്രയും ഈ വാരിയലിന് ഇത്രയും പ്രശ്നമുണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ അത് ഒട്ടിച്ച് വിട്ടു എന്ന് പറഞ്ഞ് ബാൻഡേജ് ഒട്ടിച്ച് വിട്ടെന്ന് പറയുന്നു. അവിടെ ഒരു അഡ്മിറ്റ് ആക്കുമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമോ ഒന്നും ചെയ്യാതിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരിത്രയും ഇത് കൂടാനായിട്ട് ഇവർ വെച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിരുന്നെങ്കിൽ ഇവർക്ക് ഇത് അഡ്മിറ്റ് ആക്കി വെച്ച് ഇവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകായിരുന്നു. ഇവർക്കൊരു വക്കീലിനെ കാണാമായിരുന്നു, എന്നിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന് ഇത്രയും ദിവസം ആ ഒരു ഇൻഫെക്ഷൻ ആകുന്നിടം വരെ അത് വെച്ചുകൊണ്ടിരുന്ന് അത്രയും വയ്യാതായതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അത് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കുത്തിയെടുത്തപ്പം പഴുപ്പാണ്. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പറ്റി തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് പോലീസുകാർ കയ്യിൽ നിന്ന് ആയിക്കോട്ടെ എന്നല്ല, അങ്ങനെ തന്നെ സംഭവിച്ചാണ് വാരിയലിന് പൊട്ടൽ വന്നിരിക്കുന്നത്. അത് ആ പെൺകുട്ടി, പരാതി കൊടുത്ത പെൺകുട്ടി അതിന് സാക്ഷി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചെടുത്ത് ഇവരെന്തുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇത്രയും വൈകിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് അതിൻ്റെ ബാക്കി നടപടികൾ എടുക്കും, ബാക്കി കാര്യങ്ങൾ നോക്കും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നും കൂടെ ഉള്ളതാകുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരാളെ വിളിച്ചുകൊണ്ട് പോകുമ്പം തന്നെ പോകുന്ന വഴിക്കിട്ട് ഉപദ്രവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം അദ്ദേഹം ഒരു പിടികിട്ടാപ്പുള്ളിയോ അല്ലെങ്കിൽ വലിയ കേസിലെ പ്രതിയോ ഒന്നും ആയിരുന്നില്ല. ഒരു മിസ്സിംഗ് കേസ്, അത് എന്നാന്നുള്ളൊരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഇദ്ദേഹമാണോ അതിന് കുറ്റക്കാരെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഒരു പെണ്ണ് 15 വയസ്സോ 16 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയുടെ പുറത്താണ് വന്ന് പിടിച്ചുകൊണ്ട് പോയേക്കുന്നത്. ഒന്നാമത്. രണ്ടാമത്, ഈ പെൺകുട്ടിയെ കൊണ്ട് രാത്രിയിൽ ഈ ആളെ അന്വേഷിച്ച് വരുമ്പോൾ ഒരു വനിതാ പോലീസ് പോലും വണ്ടിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു പോലീസ് ഇപ്പോൾ പോകുമ്പോൾ ഒരു വനിതാ പോലീസ് കൂടെ വേണമെന്നുണ്ട്, അതില്ലായിരുന്നു. ഈ വണ്ടിക്കകത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് പെൺകുട്ടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്നും പറയുന്നുണ്ട്. എന്നതൊക്കെയാണ് കേട്ട് കഴിവ് പോലും അത് സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ജീവിതത്തിൽ ഇത് സിനിമയിൽ കാണുന്നതിനേക്കാൾ മേലെയാണ് ജീവിതത്തിൽ ഇറക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്. ആ പെൺകുട്ടിയുടെ അപ്പം വന്നിച്ച് പറയുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് അവനെ അന്വേഷിച്ച് നടന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അതൊന്നും വില വെക്കാതെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരാളെ അവിടെ പിടിച്ചിടുക, അതിനെതിരെ നടപടിയെടുക്കുക എന്നതൊക്കെയാണ് കാണിക്കുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. ഇതിനകത്ത് ആദ്യം തന്നെ ആ പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പെൺകുട്ടി ഇതിനകത്തുണ്ടായിരുന്നു. അത് നമ്മളെ പേരെല്ലാം നമ്മൾ കേട്ടതാണ്. ആദ്യത്തെ ദിവസം ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകൾ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് ഇന്നയാൾ കാരണമല്ലേ ഇങ്ങനെ കൊണ്ടുപോയെന്ന്. അപ്പം അതുകൊണ്ട് അതിനകത്ത് നമ്മളെല്ലാവരും പേര് കേട്ടതാണ്. അപ്പം ഇനി വീണ്ടും എടുത്ത് പറയുന്നില്ല, കാര്യം മൈനറായിട്ടുള്ള ഒരു കുട്ടിയാണ്, അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അത് പെൺകുട്ടിയാണ്. വിളിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തത്. എന്താണ് ഈ കുട്ടി പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഈ പെങ്കൊച്ച് ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്, പറയുന്നത് എന്നാ നമുക്കൊന്ന് കേൾക്കാം. പോലീസിനെ വിളിച്ച് പറഞ്ഞതല്ല, അന്ന് ദിവസം അനിയനെ കാണാനായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം അവൻ എവിടെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പോലീസുകാർ ചോദിച്ചപ്പം ഞങ്ങൾ പോലീസുകാരോട് പകുതിയത്തും പോയി. അങ്ങനെ ഇവരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ആദ്യം പോയി. കൂട്ടുകാരുടെ വീട്ടിൽ ഉമ്മയെ വിളിച്ച് അവിടെ ആദ്യം പോയി തിരക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് കയറി വീട് കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. വണ്ടി വിളിച്ചുകൊണ്ട് വന്നു. സിയാനെ വണ്ടിയിലിട്ട് അടിച്ചു എന്നുള്ളത് സത്യം തന്നെ. അനിയന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവൻ എവിടെ, കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചോണ്ടാ അടിക്കുന്നത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. സിയാദ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഞാൻ ഇത്രയും നേരം ആ കൊച്ചിനെ തപ്പി നടന്നേ, പിന്നെ ഞാൻ ആ കൊച്ചിനെ എവിടെയും കൊണ്ടുപോകത്തില്ലല്ലോ എന്നുള്ള കാര്യം സിയാദ് പറയുന്നത്. ശ്രീജിത്ത് മാത്രമാണ് അടിച്ചത്? ആ, ശ്രീജിത്ത് മാത്രമായിരുന്നു. കാരണം ഞാനും ശ്രീസാർ ഒരു സീറ്റ് ഇരിക്കുന്നത് ബാക്കിലായിരുന്നു സിയാതിരുന്നത്. സാറ് എന്റെ അടുത്തിരുന്നേ, അപ്പൊ സാറ് തിരിഞ്ഞിരുന്ന് അടിച്ചതായിരുന്നു. കൈയുണ്ട്. ആ, ഞാനും ശ്രീജിത്ത് സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. ഇല്ല, അതുൽ സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീജിത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇനി എന്തെല്ലാം പറഞ്ഞാലും നിന്നെ കൊണ്ട് പറയിക്കോ എന്നുള്ള കാര്യം ശ്രീ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ വലിയ മാന്യമായിട്ട് വന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി ഇന്ന് പോലീസുകാർക്കെതിരായിട്ട് കമൻട്രി പറയുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, മറ്റേ ആൾക്ക് നീതി കിട്ടേണ്ടത് തന്നെയാണ്, ഇല്ലെന്നല്ല പറഞ്ഞേ. ഇതുപോലെ ഈ പെണ്ണിന് 16 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, ഈ പെൺകുട്ടിക്ക്. ഇതിനേക്കാൾ ഇളയതായിരിക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങൾ. അതിനൊരു 14, 13 അത്രങ്ങനെ വയസ്സേ കാണത്തുള്ളായിരിക്കും. ആ ഒരു കൊച്ചിനെയാണ് കാണാതെ പോയിരിക്കുന്നത്. എനിക്കൊന്ന് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോയിലോ എങ്ങാണ്ടാണ് ഇവരെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ സ്കൂളിൽ. അങ്ങനെ അതുകൊണ്ടാണ് ഇദ്ദേഹം കൂടെ പോയി തപ്പാൻ പോയത്. ഈ പെൺകുട്ടി ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നു. പരാതി കൊടുത്തില്ല, വിളിച്ച് പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. സിയാദിന് സംശയം ഉണ്ടെന്ന് പറഞ്ഞത്. ഈ പെൺകുട്ടി 2 ദിവസം മുമ്പ് ആരുമായിട്ടോ നിന്ന് പ്രണയത്തിലോ അങ്ങോട്ടായിരുന്നു അവരോട് സംസാരിക്കണം. അപ്പോൾ ഈ സിയാദ് വഴക്ക് പറയും അതെൻ്റെ ചെയ്ത്. കാര്യം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. കൂട്ടുകാരൻ്റെ മകളാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനും ആ ഒരു പെൺകുട്ടിയുടെ അപ്പൻ്റെ അതേ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്, പറഞ്ഞു കൊടുത്തത്. അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ ഒരു പരാതി ഇദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് വെച്ച് കൊടുത്തത്. അപ്പം ഈ ഇത്രയുള്ളൊരു കൊച്ചിനെ കാണാതെ പോകുമ്പം, ഒരു രാത്രിയിൽ അതിനെ കാണാതെ വരുമ്പം പോലീസുകാരുടെ അടുത്ത് പരാതിയും കൊടുത്തു, ഇന്ന ആളന്ന് പറഞ്ഞും കൊടുത്തേച്ച് പോലീസുകാർ അതിന് നടപടി എടുത്തില്ലെങ്കിൽ നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ വരുന്ന ആദ്യത്തെ ചോദ്യം എന്നായിരിക്കും അറിയാം, അവർ തന്ന പരാതിയിൽ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം വരും. ഇങ്ങനെ തന്നെ വരത്തുള്ളൂ, ഈ പോലീസുകാർക്കെതിരെ പ്രശ്നം വരത്തുള്ളൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി എടുത്തില്ല എന്നും പറഞ്ഞിട്ട് പോലീസുകാർക്കെതിരെ പോകാനായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. ഇദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളൊന്ന് ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടായിരിക്കാം ഒരു കൊച്ചുകുട്ടിയാണ് പോയത്. ഈ പെൺകുട്ടി അത്രയും ശക്തമായിട്ട് അവരോട് പറഞ്ഞു കാണുമായിരിക്കും, ഇദ്ദേഹത്തെ തന്നെ പഴിവെച്ച് പറഞ്ഞു കാണും. ഇതൊക്കെയാണ് ഈ വൈരാഗ്യം എന്ന് പറയുന്നത്. അതിന് ആ ആങ്ങളെ കൊച്ച് കാണാതെ പോലുള്ള സങ്കടം എനിക്കതിൽ തോന്നിയിട്ടില്ല. ഇദ്ദേഹത്തിനെ കൊടുക്കുക എന്നൊരു വൈരാഗ്യമായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് കൊടുത്തൊരു പണിയാണ്, പക്ഷേ കൈവിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെയല്ല ഈ പെൺകുട്ടി പറഞ്ഞിരുന്നെന്ന് പറയുന്നുണ്ട് പലരും. അയാളെ തല്ലി ചോദിച്ചാലേ പറയത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടു. പലരും പലതാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഇത് ജെനുവിനാണോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ നമ്മൾ ഈ മീഡിയ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അപ്പം അങ്ങനെയാണ് കൊടുത്തത്. പുറകിൽ നിന്നാണ് തല്ലിയെന്ന് പറഞ്ഞത്. ആ പുറകിൽ നിന്ന് തല്ലിയപ്പം എന്തായാലും മുഖത്തിട്ടൊന്നും ആയിരിക്കുമല്ലോ കൊടുത്തത്, സൈഡിൽ ബൈക്കിരിക്കുന്ന ആളുടെ സൈഡിലായിരിക്കും ഇടിക്കുവോ എന്തെങ്കിലും ആയിരിക്കും ചെയ്തത്. ആ ചെയ്ത സമയത്തായിരിക്കും ആ ഭാര്യയിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നത്. ഇങ്ങനെ ചെയ്ത സമയത്ത് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അമ്മയെ വിളിച്ച് കരഞ്ഞെന്ന്. അമ്മ എന്നും പറഞ്ഞ് കരഞ്ഞ, അപ്പം അത്രയ്ക്ക് വേദന എടുത്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ കരഞ്ഞത്. അവിടുന്ന് അദ്ദേഹം മാത്രമേ തല്ലിയിട്ടുള്ളൂ എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഈ പരാതി കൊടുത്ത പെൺകുട്ടി തന്നെയാണ് ഈ പറയുന്നത്. പോലീസുകാർ വണ്ടിയെ വെച്ച് തല്ലിയെന്നും എല്ലാം പറയുന്നത്. ഈ ഒരു തെളിവാണ് ഇവർക്കെല്ലാം ഈ പോലീസുകാർക്കെതിരായിട്ടുള്ളത് ഈ പെൺകുട്ടി പറയുന്നത്. പിന്നെ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനെതിരെ പരാതി കൊടുത്ത് അവരുടെ പോലീസുകാർ കൂടെ പോയ വീടും കാണിച്ചു കൊടുത്ത് അയാളെ ഇവിടുന്ന് പിടിച്ചോണ്ട് വരാൻ കാണിച്ച മിടുക്ക്. ഇപ്പോൾ ഈ പരാതി പറയുമ്പോൾ നമ്മളോർക്കും ഈ പുള്ളിക്കാരി അതിൻ്റെ സത്യസന്ധതയും ഭയങ്കര പാവവും ഒക്കെയാന്ന് തോന്നി. ഇവരൊറ്റൊരുത്തി കാരണമല്ലേ ഈ ഒരു സംഭവം നടന്നത് അല്ലേ? പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ചു, നിരപരാധിയായ ഒരു മനുഷ്യനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാനും കാരണമായി. എന്നിട്ട് ഇപ്പോൾ ഒന്നിച്ച് ഇടിച്ചതും തല്ലിയതും തൊഴിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇത് വരുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. സിയാദിൻ്റെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ പറയുമ്പോഴത്തേക്ക് ഇതിനെതിരെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കുട്ടികളല്ല, അത് കറക്റ്റാണ്. അവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് ആദ്യം വന്നിച്ച് പറയുന്നത് അത് അവൻ്റെ കുട്ടികളല്ല, അതുങ്ങളുടെ അപ്പൻ വേറെ ആരോ ആണ്. ഇവരായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത്. ഇയാൾക്ക് ഒരു വൈഫുണ്ട്, അത് 2 കുട്ടികളുണ്ട്. അത് ആൺകുട്ടികളെങ്ങാണ്ടാണ് 2 കുട്ടികൾ. അവർ ഇതുവരെ സോഷ്യൽ മീഡിയ വരുമോ, ഒരു കാര്യങ്ങൾ പറയാൻ വരുമോ, അല്ലെങ്കിൽ ഒരു പരാതി പറയാനോ, ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞാൽ ഒന്നിലും അവർ വന്ന് പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഇവരുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടായിരിക്കാം അവർ മാറി താമസിച്ചേക്കുന്നത്. ഇവരാണ്. പിന്നെ ഈ പെൺകുട്ടികൾ നമ്മൾ അന്നേരം എല്ലാവരും വിചാരിച്ചു സ്വന്തം അച്ഛനായിരിക്കും എന്നോർത്ത കുട്ടിയുടെ കരഞ്ഞോടുള്ള പരിസരം. പക്ഷേ ജന്മം കൊടുക്കണമെന്നൊന്നുമില്ല, സ്വന്തം അച്ഛനോടുള്ള സ്നേഹം പോലെ ആകാനായിട്ട് അദ്ദേഹം അതുപോലെ ആയിരിക്കും അവരെ നോക്കിയത്. അതുകൊണ്ടായിരിക്കും ആ കുട്ടികൾക്ക് സ്വന്തം അച്ഛനോടുള്ള പോലത്തെ സ്നേഹം അദ്ദേഹത്തിനോട് തോന്നിയത്. എന്നാൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ആലോചിച്ച് എൻ്റെക്കാക്ക് നീതി മേടിച്ചു കൊടുക്കണം. എൻ്റെക്ക മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാ, നീതി മേടിച്ചേടി, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ വെറുതെ വിടല്ലേടി എന്ന് എന്നോട് പറഞ്ഞതാ. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ജീവനോടിരിക്കുന്നത്. പക്ഷേ ഇതിനെൻ്റെക്കാക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെയൊക്കെ പോയിടത്തോട്ട് തന്നെ പോയിട്ട് ആ ശവം കൂടി എല്ലാവരെ കൊണ്ട് ഞാൻ മീഡിയക്കാരെ കൊണ്ടായിരുന്നു എല്ലാവരെ കൊണ്ട് വാർത്ത വരിയിപ്പിക്കും ഞാൻ. അന്നേരമെങ്കിലും എൻ്റെ ഇക്ക ചെയ്ത് എൻ്റെ പാവയ്ക്കായ കൊന്ന് തിന്നില്ലയോ, അതേപോലെ ഇനി ഞങ്ങളെയും കൂടെ തിന്നിട്ട് അവരെ വാപ്പായും അമ്മയും വേണമെങ്കിൽ അവരെയും കൂടെ തിന്നിട്ട് അവർക്കെല്ലാം കൊണ്ടും അടയിട്ട്. അത്രേ എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ പോലും പോകത്തില്ലെന്നാ പറയുന്നത്. പപ്പയ്ക്ക് വേണ്ടിയാ. പപ്പ പറഞ്ഞിട്ടാ പഠിക്കാൻ തന്നെ ഒരുങ്ങിയത്. ഇനി അവള് പറയുന്നത് ഞാൻ പോകത്തില്ല, എൻ്റെ പപ്പക്ക് നീതി കിട്ടത്തില്ലല്ലോ, ഞാനിനി എന്തിനാ പോകുന്നതെന്നാ അവള് ചോദിക്കുന്നത്. ജീവനില്ലാതാക്കി. സിയാദിന്റെ ആഗ്രഹം പഠിക്കണമെന്നല്ലേ മോളെ, പഠിക്കാൻ പോകണം. എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇല്ല, എന്നെ വലിയ എന്നിട്ട് സർക്കാർ ജോലി ഇങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നൊക്കെ ആയിരുന്നു ഓരോന്ന് പറച്ചിലൊക്കെ. ഇപ്പം എൻ്റെ പപ്പൻ്റെ കൂടെ ഇല്ല. പപ്പയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇതിന് നീതി വേണ്ടേ? നീതി കിട്ടിയിരിക്കണം, ഞങ്ങൾക്ക് നീതി കിട്ടിയിരിക്കണം. എൻ്റെ നീതി കിട്ടി. ഞങ്ങൾ 3 പേരുടെ ശവം അവർ കാണും. അത് കാണിക്കാൻ നീതിക്ക് വേണ്ടി ഞങ്ങൾ നിന്നതാ. എന്നിട്ട് ഇനിയും നീതി കിട്ടുന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം.
ഇതാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ. ഇവർക്ക് നീതി കിട്ടണം എന്നാണ് പറഞ്ഞത്. നിയമപരമായിട്ട് അദ്ദേഹത്തിനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മൾക്ക് അറിയാവുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേ പറയുന്നുണ്ട് അയാൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. അങ്ങനെ പിന്നെ നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ഭാര്യയിലിനൊക്കെ പൊട്ടലൊക്കെ പറ്റി ഉള്ളിലോട്ടൊക്കെ കയറിപ്പോയി ലിവറിൻ്റെ ഒക്കെ അവിടെ ചെറിയൊരു ഇത് വന്നാൽ മതി, അത് ഇൻഫെക്ഷൻ ആകും, പിന്നെ അത് മഞ്ഞപ്പിത്തമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എപ്പോഴും അത്രയും ഭാര്യയിൽ അങ്ങനെ പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് നല്ലപോലെ റെസ്റ്റ് എടുത്ത് അഡ്മിറ്റ് ആക്കുക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ അത്. ഇവർ ആ ഹോസ്പിറ്റലിൽ പോയി ഇത് എന്ത് സംഭവിച്ചെന്ന് പോലും അവിടെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതെന്ത് സംഭവിച്ചതെന്ന് പോലും പറഞ്ഞിട്ടില്ല ഇവർക്ക്. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർക്ക് അഡ്മിറ്റ് ആകേണ്ടെങ്കിൽ അവർ തിരിച്ച് വന്നിട്ടാണെങ്കിലും ഇവരൊരു വക്കീലിനെ കണ്ട് ഇതിനുള്ള നിയമ നടപടികൾ എടുക്കാൻ. കാര്യം ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. നേരം വെളുത്തപ്പം ആ പയ്യൻ തിരിച്ചു വന്നേച്ചാൽ അത് തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ പോയതാണ്, എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കി ഞാൻ പോയതാണ്, അല്ലാതെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് അതുവരെ നടന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ഈ മകനെ. ആ മകനെ കൊണ്ടായിരുന്നു അവർ കഴിഞ്ഞത്. ഇവരിപ്പം മാറി താമസിക്കുന്നു പറഞ്ഞാലും ഈ പുള്ളിക്കാരി തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വൈഫായിട്ടിരിക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ട്, അപ്പനും അമ്മയും കാണുമെന്ന് പറഞ്ഞാൽ അന്നേരം അവിടെ ഓടിച്ചെല്ലും. അവിടെ ചെന്ന് അവരെ കാണും. കണ്ടേച്ച് ഇവർ ഓട്ടോയിലിരിക്കത്തേ ഉള്ളൂ. അദ്ദേഹം പോയി അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ അപ്പനും അമ്മയ്ക്കും ഏക ആശ്രയം മകനെ കൊണ്ട് തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റു രോഗങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞ കാര്യം. ബസ് ഓടിച്ചിരുന്ന ഒരാളാണ്, അങ്ങനെ ജോലി ചെയ്ത് പോയിരുന്ന ആളാണ്. പിന്നെ ഇടയ്ക്ക് എന്തോ സുഖമില്ല വന്നപ്പോഴാണ് എനിക്ക് നോട്ടവും കാര്യങ്ങളൊക്കെ ആയത്. ഇവർ തന്നെ പറയുന്നുണ്ട് സുഖമില്ലാത്ത ആളായിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പറയുന്നു. പക്ഷേ ബന്ധുക്കാർ പറയുന്നു ഒരസുഖം പോലും ഇല്ല. ഇവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റേഷനിൽ പോയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ശരിക്കും കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു അസുഖം പോലും ഇല്ല. പക്ഷേ ആ പെൺകുട്ടി ആദ്യം വിളിച്ച് പറയുമ്പോൾ കരഞ്ഞ് പറയുമ്പോൾ തന്നെ എൻ്റെ അപ്പാപ്പയ്ക്ക് വയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു സാറേ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇതും കൂടെ ആയി. അത്രയാണ് സംഭവിച്ചേക്കുന്നത് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പം പറയുന്ന കുറച്ച് കാര്യം നമ്മൾ നിസ്സാരമായിട്ട് പറയുമല്ല കേട്ടോ. ഇതിലിവർ രണ്ട് കൂട്ടരും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് പറഞ്ഞാണ്. എവിടേക്കോ എന്നതൊക്കെയോ ഒരു ചേർച്ച വ്യത്യാസം പോലെ നമുക്ക് തോന്നും. എല്ലാവരും ഒരേ ഇതായിട്ട് പറയണേ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് സുഖമില്ലാത്തിരുന്ന ആളായിരുന്നെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ഇപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്നവർ തന്നെ. അതുകൊണ്ട് നമ്മളൊരു സീരിയസ് ആയിട്ട് തമാശ രീതിയിൽ അല്ലെങ്കിൽ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമായിട്ടല്ല പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പണ്ടൊക്കെ ആയിരുന്നു പോലീസും ഐഡിയം പോലീസും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം ഇതേ ഉള്ളൂ. പോലീസുകാരുമായിട്ടുള്ള നാട്ടുകാരുണ്ടാക്കുന്ന അടിയും ബഹളവും സ്റ്റേഷനിൽ ചെന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഞങ്ങളെ പൊന്നാരം മോന ഞങ്ങളെ നോക്കേണ്ടിയുള്ളത് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണ്, ഞങ്ങൾ അവനിക്ക് വേണ്ടി. എന്നാലും ഈ പോലീസുകാരെ കൊണ്ടുപോയി ഇടിച്ച് കൊന്നതിന് ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് മരിക്കും, തള്ളയും തന്തയും. ഞങ്ങൾക്ക് നീതി വേണം സാറേ, നീതി വേണം. ഇത് തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞത്. ഇവർക്ക് നീതി വേണം, ഇല്ലെങ്കിൽ അവർ ഈ ലോകത്തുനിന്ന് പോകും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. ഇവരൊക്കെ അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്ന് ജീവിച്ചതുകൊണ്ടായിരിക്കാം ഇവർ ഇത്രയും ഇതായിട്ട് കിടന്ന് പറയുന്നത്. ഇവർക്ക് മുന്നോട്ട് പിന്നെ ജീവിക്കണം എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് സുഖമില്ലാത്തതാണ്, അദ്ദേഹത്തിന് സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇവരാരും അറിഞ്ഞില്ലായിരുന്നു, ഇത്ര സീരിയസ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇവരാരും അറിഞ്ഞില്ലായിരുന്നു എന്ന് ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്നാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. ഒരു ഗുരുതരമായ ആരോപണമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞത്, അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം പരിശോധിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി മൂലമാണ് അദ്ദേഹം മരിച്ചത്. 13 ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിലെ ചികിത്സയിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ടും, ഈ മരണം പോലീസ് മർദ്ദനം മൂലമല്ലെന്ന് വ്യക്തമായിട്ടും, എന്നാലും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ ആ സമയത്ത് അത് നോക്കാം. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ പറയുന്ന നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പോലീസുകാരൻ തല്ലുക തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദ്രവിക്കാതിനായിട്ട് അല്ലെ പിന്നെ വരിയിൽ പൊട്ടുകയല്ലോ. ആ ഒരു ഇടിക്കാണ് അയാളെ തിരിഞ്ഞ് നിന്ന് വണ്ടിക്കെതിരെ തന്നെ ആ പെണ്ണ് പറഞ്ഞിട്ട് പറയുന്ന വേറെ വീഡിയോ ഉണ്ട്. പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ എനിക്ക് നോക്കാൻ തോന്നിയില്ല. കാര്യം അടിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് സങ്കടം വന്നെന്ന് പറഞ്ഞു. എത്രയാണേലും അവരറിയാവുന്ന ആളല്ലേ. അപ്പം ഒരു ദേഷ്യത്തിന് പോയി കാണിച്ച പരിപാടിയായിരിക്കാം. തല്ലുന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർ ഓർത്ത് കാണും ഒന്നെങ്ങാനും മോന്നൊക്കെങ്ങാനും ഒരടി എങ്ങാനും കൊടുത്തു, അങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തും. അതിലേക്ക് അവർ ഉദ്ദേശിച്ചോളായിരിക്കും. പക്ഷെങ്കിൽ ഇദ്ദേഹത്തെ ഉപദ്രവിക്കും, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും എന്ന് പറഞ്ഞ് തല്ലിയപ്പോഴത്തേക്ക്, ഇവനെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറഞ്ഞ് തല്ലിയപ്പോഴത്തേക്ക് ആ പെണ്ണും പേടിച്ച് പോയെന്ന് പറഞ്ഞു. ആ പെണ്ണിന് ഭയങ്കര ഒരു പേടി പോലെ
തോന്നി കണ്ടപ്പോഴത്തേക്ക്, തല്ലുന്ന കണ്ടപ്പോഴത്തേക്ക്. അന്നേരം ഈ പുള്ളിക്കാരൻ ഉറക്കം നിലവിളിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് തന്നെ ഒന്നാമത് അദ്ദേഹത്തിന് വലിയ ആരോഗ്യമുള്ളൊരു മനുഷ്യനല്ല, അദ്ദേഹത്തെ കണ്ടറിയാം. ആ ഒരാൾക്കിട്ട് പോലീസുകാരൊക്കെ തല്ലല്ലേ, നല്ല ആരോഗ്യമുള്ളത് പോലീസുകാരാണ്. ഒറ്റ ഒരെണ്ണം കൊടുക്കുമ്പോഴേ തീരാനുള്ളതേ ഉള്ളൂ, അതുപോലെ കിട്ടാനുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒറ്റ ഒരെണ്ണം കൊടുത്തതേ അദ്ദേഹത്തിന് കിട്ടിയത് നല്ല ഒരെണ്ണമാണ് കിട്ടിയത്. പിന്നെ അടിച്ച് കാണുമായിരിക്കും. അപ്പോഴായിരിക്കും ആ പെണ്ണ് പറഞ്ഞത് കേട്ടിട്ട് പേടി വന്നു. ആ പെണ്ണ് പിന്നെ അങ്ങോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു, പെൺകുട്ടി എന്ന് പറഞ്ഞു. എന്നാണേലും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യം തന്നെയല്ല. അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ സംഭവിച്ചു തന്നെയാണ്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതാണ് മഞ്ഞപ്പിത്തമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഇതങ്ങ് ആക്കിയേക്കുന്നത്. അല്ലാതെ പോലീസ് മർദ്ദനമോ യാതൊന്നും അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. ആ സ്റ്റേഷനിൽ വിളിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ഇവരെല്ലാം ഒരുമാതിരി ചോദിക്കുന്ന ആളെയല്ല, അവിടെ നിന്ന് പറയുന്നത് ഇത് ഇവരുടെ കയ്യിൽ നിന്നൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഇവർ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇവരൊന്നും ചെയ്തിട്ടില്ല, പിന്നെ വണ്ടിക്കകത്ത് വെച്ച് ചെയ്തെന്ന പെൺകുട്ടി ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു എല്ലാം അങ്ങനെ ഒരുമാതിരി തെളിവില്ലല്ലോ എന്നുള്ള രീതിക്കാണ് ഇവരുടെ എല്ലാം സംസാരം കേട്ടാൽ. അപ്പം തെളിവില്ലാത്തതുകൊണ്ട് ഇത് എവിടെ വരെ കോടതിയിലാണെങ്കിലും എത്രമാത്രം പോകുന്നൊന്നും അറിയത്തില്ല. പിന്നെ ഉള്ളത് ആ ഒരു പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ്. അത് മാറ്റി പറഞ്ഞാൽ ഇവർക്ക് നീതി എങ്ങൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. സാമെന്നാണ് പേര്. NCHDR എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഓക്കെ സാറേ, ആ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടേ നമ്മളൊരു പ്രക്ഷോഭം, ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പൊ അവിടുത്തെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടേ ആ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പൊ സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം കൂടി കേട്ടിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന രീതിയിലാണ് സാറിനെ വിളിച്ചത്. എന്താണ് അറിയേണ്ടത്? സാറിന്റെ ഭാഗത്തു നിന്നുള്ള 16-ാം തീയതി സിയാദിനെ കസ്റ്റഡിയിൽ എടുത്തു. അത് ലീഗലായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അടുത്ത വീട്ടിലെ 2 കുട്ടികൾ മിസ്സിംഗ് ആയതുമായി ബന്ധപ്പെട്ടാണ്. ഓൾറെഡി അതിന് മുന്നേ പരാതിയുണ്ട്, ഇയാള് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാതെ. അത് സ്കൂളുകാരുടെ പരാതിയുണ്ട്, നമ്മൾ CWCക്ക് അതെല്ലാം ഉണ്ട്. ലീഗലായിട്ട് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പിന്നെ അന്ന് കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ 8:20 അന്ന് രാത്രി ചോദ്യം ചെയ്തു. പിറ്റേന്ന് രാവിലെ 8:20 അയാളെ വിട്ടയക്കുന്നതുണ്ട്. CCTV നമ്മുടെ സ്റ്റേഷൻ ഫുൾ CCTV ആണ്. ഒരാളും ഉപദ്രവിച്ചിട്ടില്ല, വേറൊരു വിഷയം ഉണ്ടായിട്ടില്ല അന്നൊന്നും. പിന്നെ ഇതിന് ശേഷം ഈ പറഞ്ഞാണെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ഇന്റിമേഷൻ അങ്ങനെ ഒരു പരാതിയോ ഒന്നും പറഞ്ഞിട്ടില്ല. 2-ാം തീയതി 3-ാം തീയതി ഇവിടുത്തെ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിൽ പോയതായി കാണുന്നുണ്ട്. പിന്നെ 5, 10, 16, 18, ഇത്രയും ദിവസങ്ങളിൽ ജില്ലാ ആശുപത്രിയിൽ. പിന്നെ 18-ാം തീയതി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി. പോസ്റ്റ്മോർട്ടത്തിന് ഞാനും പോയിരുന്നു. ഡോക്ടറെ കണ്ട് ചോദിച്ചു. ഡോക്ടറുടെ ഹെപ്പറ്റൈറ്റിസ് C പോസിറ്റീവ്, അതായത് സിവിയർ ആയിരുന്നു. ഫുൾ ചെസ്റ്റ് ക്യാവിറ്റി ഫുൾ ഇൻഫെക്ഷൻ ആയി. ഓൾറെഡി ഈ ജില്ലാ ആശുപത്രിയിൽ പോലും അഡ്മിഷൻ പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അഡ്മിറ്റ് ആയി ചികിത്സിക്കാൻ തയ്യാറായില്ല. പേഷ്യന്റ് നോട്ട് വില്ലിംഗ് ഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞ് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിലൊന്നും ഈ കുട്ടി വണ്ടിയിൽ വെച്ച് ചെറിയ വണ്ടി കണ്ട അടി കൊടുക്കുന്ന കുട്ടിയും പറയുന്നുണ്ട്. വണ്ടിയിൽ വെച്ച് കണ്ട ജസ്റ്റ് അതിനെ മധ്യത്തിരുന്നിട്ട് ബാക്കിൽ കുളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. മധ്യ സീറ്റിൽ ഇരുന്നിട്ട് ബാക്കിൽ ഇരുന്ന ആളെ ആ കുട്ടിയുടെ സാന്നിധ്യത്തിൽ അടിച്ചു. ഇതാണ് അവർ പറയുന്ന ആരോപണം. അത് ശരിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ നടുവിൽ പിടിച്ചിരിക്കാനോ വടിയിൽ പൊട്ടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ജസ്റ്റ് ഒരു അടിയും കണ്ടും കൊടുത്തെങ്കിലേ ഉള്ളൂ. അത് നമുക്ക് അറിയില്ല, കാരണം നമുക്ക് CCTV വേറൊന്നും വെരിഫൈ ചെയ്യാനും ഇല്ല. അത് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറയുന്നുണ്ട്, അത് വിശ്വസിക്കാനേ വെറുതെ ഉള്ളൂ. സിയാദിനെതിരെ മറ്റു കേസുകളൊന്നും ഇല്ലല്ലോ സാറേ ഇതിനു മുമ്പ്? സിയാദിന് വേറെ കേസുകളുള്ളതായിട്ട് അറിയില്ല. പക്ഷെ ഈ CA പറയുന്നത് ത്രൂ നീഡിംഗ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് പറയുന്നത്. ഈ പറഞ്ഞ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഈ കുട്ടികളെ പോലും, അതായത് 12-ാം തീയതി സ്കൂളുകാര് പരാതി ഉണ്ടെന്ന് പറഞ്ഞാല് സ്കൂളുകാര് ഇത് ചെയ്യാണ്, എങ്ങനെ ഈ കുട്ടി വരാത്തത് കൊണ്ട് പേരൻസിനെ വിളിച്ചിട്ട് പേരൻസ് ഫോൺ എടുക്കുന്നത്. അങ്ങനെ ടീച്ചേഴ്സ് വീട്ടിൽ പോയപ്പോ എന്നും രാവിലെ ഈ കുട്ടി വീട്ടിൽ നിന്ന് പോകുന്നു. അപ്പൊ അവരന്വേഷിച്ചപ്പോ, നമ്മളല്ല ടീച്ചർമാർ അന്വേഷിച്ചപ്പോ കണ്ടെത്തിയെന്ന് പറഞ്ഞാല് അടുത്തുള്ള ഈ വീട്ടില് ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി. ഈ പറഞ്ഞ കണക്ക് ചെറിയ കഞ്ചാവ് പിടിയൊക്കെ കൊടുക്കും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനി അവന്റെ കൗൺസിലിംഗ് നടത്തിയാലേ അറിയാനോ. അതുകൊണ്ട് 12-ാം തീയതി നമുക്ക് ലെറ്റർ കിട്ടുന്നു. 13-ാം തീയതി നമ്മൾ CWCക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഇവനെ ഈ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അപ്പൊ കൗൺസിലിംഗ് നടന്നില്ല. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പയ്യനെ വീണ്ടും കാണുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ തന്നെയാണ് സംശയം പറഞ്ഞത്. വീട്ടുകാർ ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ. അപ്പൊ ഇതിന് മുന്നേ ഒരു വട്ടം കസ്റ്റഡിയിൽ ഇത് പോയപ്പോഴത്തേക്ക്, അല്ല ഈ പെൺകുട്ടി ഇതിന് മുമ്പ് ഒരു വട്ടം ഈ ചെറുക്കൻ വെച്ചായി. അന്ന് സിയാദിന്റെ വീട്ടിൽ വീട്ടുകാർ വന്നു ചോദിച്ചു. അത് പരാതിയില്ലായിരുന്നു, കേസില്ല. വീട്ടുകാർ സിയാദിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അവനോട് ഉണ്ടാകുന്ന ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ആ വീട്ടിൽ നിന്ന് തന്നെ പയ്യൻ ഇറങ്ങി വരികയും ചെയ്തു. അപ്പൊ അവർക്ക് അത്
ഒരു ഡൗട്ടില്ല. കാരണം അതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവര് നമ്മളോട് ഇതെല്ലാം പറയുന്നത്. ലീഗലായിട്ടുള്ള ചെയ്തിട്ടുള്ളൂ. ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ എവിടെയും പോലീസ് മർദ്ദനത്തെ പറ്റി പരാമർശിക്കുന്നില്ല അല്ലേ സാർ? ഇല്ല. അംഗനവാടിക്ക് ഇന്നലെ ക്രൈംബ്രാഞ്ച് DSP ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. വേറെ ഒരു ചെറിയ മർദ്ദനത്തിന്റെ ആയിട്ടുള്ള ഒരു ചെറിയ ഇല്ലാന്ന് വരുന്നു. ഓക്കെ. അപ്പൊ സാറിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം കേട്ടിട്ട് നമ്മളൊരു നടപടി ചെയ്യാൻ അർത്ഥത്തിലാണ്. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് പറയുന്നുണ്ട് സ്കൂളുകാരുടെ പരാതി ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ പരാതി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും ഈ കൊച്ചിങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി പോയ സമയത്ത് ഈ സിയാദിൻ്റെ വീട്ടിൽ തന്നെ ഇതിനകത്ത് മൊത്തം അങ്ങോട്ട് ചിലതൊക്കെ ഇതാകുന്നുണ്ട്, ക്ലിയർ ആകുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാതെ പറ്റ കാര്യമുള്ളൂ. സിയാദിൻ്റെ പേര് വേറെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നതോ പറഞ്ഞു, എനിക്കത് മാത്രം തിരിഞ്ഞില്ല കേട്ടോ. ബാക്കിയൊക്കെ അവർ പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയില്ല. അതാണ് ഞാനും ചോദിക്കുന്നത്. ഇത്രയും വയ്യാത്തൊരു മനുഷ്യനെ ഇതുപോലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മർദ്ദനം കിട്ടി, അത് വാരിയിൽ പൊട്ടി, അങ്ങനെ പൊട്ടിയ ഒരാളെ ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെയൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവർ ഇല്ലെങ്കിൽ അല്ലായിരുന്നു അഡ്മിറ്റ് ആക്കാണ്ട് അങ്ങനെ ഉള്ള ഇതായിരുന്നു അവർ വന്നത്. അപ്പോൾ അവർ അഡ്മിറ്റ് ആക്കാതിരുന്ന് ഇവരുടെ കയ്യിലും ഭാഗപ്പിഴകളില്ലേ? ഒരാൾക്ക് ഇത്രയും വയ്യാതിരിക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെ എന്ന് നടന്ന സംഭവം നോക്കണം. 16-ാം തീയതിയോ 13-ാം തീയതിയോ 14, 15 ആ ഒരു സമയങ്ങളിൽ അങ്ങനെ നടന്ന സംഭവമാണിത്. ആ സമയത്ത് നടന്നേച്ച് ഇത്രയും ദിവസം വരെ ഇവരിത് ഹോസ്പിറ്റലിൽ കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവരുടെ ഭാഗത്തും ഇല്ലേ കുറച്ചൊക്കെ തെറ്റുകൾ. ഇപ്പോൾ ഇവർ ഇത്രയും സങ്കടപ്പെടുകയും കരയുകയും ചെയ്തതിന് ഞാൻ ഇവരിതായിട്ട് പറയുമല്ല. അവർക്ക് ആ സമയത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ നിർബന്ധിച്ച് കാണിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അറിയിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പ പറയുന്നുണ്ട് ഇത്രയും വയ്യാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കും വയ്യാത്തവനാണ് എന്ന് പറയാറ്. അവരുടെ വീട്ടുകാരെ അറിയിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ഇപ്പം തയ്യാറാകുന്നില്ല, ഇതുപോലെ സ്റ്റേഷനിൽ പോയി ഒരു പ്രശ്നമുണ്ടായി, അദ്ദേഹം അവരുടെ ബന്ധുക്കാരോട് പറയത്തില്ലേ, പറഞ്ഞ് അവരതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കത്തില്ലേ? അവരുടെ ബന്ധുക്കാരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഒത്തിരി പേര് മീഡിയ വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്ക് നീതി കിട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിലും പറ്റിയിട്ടില്ലേ തെറ്റുകൾ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അദ്ദേഹത്തിനെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിച്ച് അതിൻ്റെ കൂടെ തന്നെ ഈ പരാതിയും കാര്യങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അവിടെ സ്റ്റേഷനിൽ വേറെ പരാതി കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ തെളിവെന്നും പറയുന്നു. പിന്നെ പറയുന്നുണ്ട് സ്കൂളുകാർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കൂടാതെ തന്നെ ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഈ സിയാദിൻ്റെ വീട്ടിലായിരുന്നു ഈ കൊച്ചുണ്ടായിരുന്നത്. ഇവർ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ കുട്ടിയില്ല, എന്തെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കണം. രാത്രിയൊക്കെയാണ്, രാത്രിയിലൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ കാണാതെ പോകുമ്പോൾ പലതും ചിന്തിക്കും, പല ഇതുമാകും, എവിടെ പോയി എന്നുള്ള ടെൻഷൻ നമുക്ക് കൂടും. അപ്പോൾ അതുപോലെ അവർ കഴിഞ്ഞ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഇവർക്ക് ഈ പെങ്കൊച്ചിന് സംശയം വന്നത്. ഇതിന് മുന്നത്തെ പ്രാവശ്യം കൊണ്ട് ഇന്നൊരു ആ വീട്ടിൽ പാത്തിരുത്തി വെച്ച് പിന്നീട് ആ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊച്ചിനെ ഇറക്കി വിട്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ വീട്ടിൽ തന്നെ കാണുമെന്ന് ഇവർ വിചാരിച്ച് കാണും. അതായിരിക്കും പറഞ്ഞു കാണും ഇതിന് മുമ്പ് ഇങ്ങനെ കൊണ്ടുപോയായിരുന്നു, അതായിരിക്കും പോലീസുകാർ പറഞ്ഞത് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിഷയം തല്ലുക എന്തെങ്കിലും ചെയ്തത്. പക്ഷേ ഇത് എന്നതാണേലും സോഷ്യൽ മീഡിയ മൊത്തം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. പോലീസുകാരന് തക്കതായി ശിക്ഷ കിട്ടണമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഇത്. പിന്നെ ഇവരുടെ ശ്രദ്ധക്കുറവ് ഇത് ശരിക്കും ഇല്ലേ എന്നാണ് എൻ്റെ സംശയം. ശരിക്കും ഇവരുടെ ശ്രദ്ധക്കുറവ് ശരിക്കും ഇല്ലേ എന്നാണ്. ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നു. ഇവർ അന്നേരം തന്നെ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ രക്ഷപ്പെടുമായിരുന്നു. അയാൾക്ക് ഈ ഒരു സിറ്റുവേഷന് അവരുടെ കൂടെ കണ്ടായിരുന്നേനെ. എന്നിട്ട് അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. എന്നതാണേലും നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടു. പോലീസുകാരൻ സസ്പെൻഷനുമായി. അതിനി കോടതിയിലോട്ടാണ് പോകുന്നത്. കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഇനി വരുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയിൽ നിന്നൊരു വിധി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇവർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാതിരുന്ന കുഴപ്പം കൊണ്ടെന്നേ ലാസ്റ്റ് വരുള്ളൂ. അവിടുന്ന് സ്റ്റേഷനിലെ CAയും ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ CA എന്തിനു പോയി, CA തിരിമറിക്ക് പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടുന്ന് ആയിരിക്കുമല്ലോ ബോഡി കൊണ്ടുപോയത്. അപ്പോൾ അവരും കൂടെ പോയതായിരിക്കാം പോസ്റ്റ്മോർട്ടത്തിന് ഇതിന് വേണ്ടി. കാര്യം സ്റ്റേഷൻ മർദ്ദനമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടെ പോയെന്ന് പറയുന്നു. എന്നാലും അങ്ങനെ തിരുത്തി എഴുതാൻ പറ്റുമോ എനിക്കറിയില്ല. എന്നാണേലും സത്യം തെളിയിട്ടേന്ന് തന്നെ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല, ആരും മൈൻഡും ചെയ്തില്ല. നമ്മളെ ബാധിക്കാത്ത കാര്യമാകുമ്പോൾ ആർക്കും പ്രശ്നമില്ലല്ലോ അല്ലേ? നമ്മളെ ബാധിക്കുന്ന കാര്യമാകുമ്പോഴല്ലേ ഉള്ളൂ നമുക്ക് പ്രശ്നം. എന്താണേലും സോഷ്യൽ മീഡിയ കുറേ ദിവസം കൊണ്ട് കിടന്ന് ഓടുന്ന ഒരു കാര്യം ഇതാണ്. ഇനി ഈ ഒരു ദേഷ്യത്തിന് അവരുടെ വീട്ടുകാരൊക്കെ എന്നിലൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.